ഗുജറാത്തിലെ സബർമതി നദീതീരത്ത് ഗാന്ധിജി സ്ഥാപിച്ച സബർമതി ആശ്രമമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗാന്ധി ആശ്രമം, ഹരിജൻ ആശ്രമം, സത്യാഗ്രഹ ആശ്രമം എന്നീ പേരുകളിലെല്ലാം ഈ ഒരു ആശ്രമം അറിയപ്പെടുന്നു. ഒരുപാട് ആശ്രമ കെട്ടിടങ്ങളുള്ള ഈ ഒരു സബർമതി ആശ്രമത്തിലെ ഹൃദയ് കുഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആശ്രമത്തിലാണ് 1918 മുതൽ 1930 വരെ ഗാന്ധിജി തൻ്റെ ജീവിതത്തിലെ 12 വർഷങ്ങൾ ചെലവഴിച്ചിട്ടുള്ളത്. നന്ദിനി ഗസ്റ്റ് ഹൗസ്, വിനോബ കുടീരം, ഉപാസനാ മന്ദിരം അതായത് പ്രാർത്ഥനാലയം തുടങ്ങിയ ആശ്രമ കെട്ടിടങ്ങളും ഈ ഒരു സബർമതി ആശ്രമത്തിനുള്ളിൽ തന്നെ നിലകൊള്ളുന്നുണ്ട്. 1917 ജൂൺ 17 നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഈ ഒരു സബർമതി ആശ്രമത്തിൻ്റെ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. ചാൾസ് കൊറിയ എന്ന വ്യക്തിയാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സുപ്രധാന നാഴികക്കല്ലായിട്ടുള്ള ദണ്ഡി യാത്ര ആരംഭിച്ചത് ഈ ഒരു ആശ്രമത്തിൽ നിന്നായിരുന്നു. അഹമ്മദാബാദിൽ തന്നെ വൺ ഓഫ് ദ ഫേമസ് സ്ട്രീറ്റ് മാർക്കറ്റായിട്ടുള്ള മനേക് ചൗക്ക് മാർക്കറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാർക്കറ്റിന് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു ദിവസം തന്നെ 3 രീതിയിലുള്ള സാധനങ്ങൾ വിൽക്കുന്ന മാർക്കറ്റായിട്ട് മാറുന്ന ഒരു പ്രത്യേകതരം മാർക്കറ്റാണ് ഈ ഒരു മനേക് ചൗക്ക് എന്ന് പറയുന്നത്. രാവിലെ വരുന്ന സമയത്ത് നമുക്ക് പച്ചക്കറികളും വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ചന്തകൾ ഒരുപാട് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഉച്ച കഴിയുമ്പോഴേക്കും പച്ചക്കറിയൊക്കെ മാറിയിട്ട് ജ്വല്ലറി ഐറ്റംസ് വിൽക്കുന്ന മാർക്കറ്റായിട്ട് മാറും കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ തന്നെ 2ാമത്തെ വലിയ ജ്വല്ലറി മാർക്കറ്റാണ് ഈ ഒരു മനേക് ചൗക്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ ഈ ഒരു മാർക്കറ്റ് ഫുള്ള് സ്ട്രീറ്റ് ഫുഡ് വിൽക്കുന്ന ചന്തകളുള്ള ആ ഒരു മാർക്കറ്റായിട്ട് മാറും. നൈറ്റ് ആയാലും പിന്നെ എല്ലാവരും ഭയങ്കര ഫുഡൊക്കെ കഴിച്ച് നടക്കുന്ന ഒരു ഏരിയ ആയിട്ട് മാറും ഇത്. അങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു മാർക്കറ്റിനുണ്ട്.